നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ ഉപരിപഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2026 ഫോൾ സെമസ്റ്ററിൽ യുഎസിൽ ക്ലാസുകൾ ആരംഭിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവിടുത്തെ വിസ പ്രോസസ്സിംഗ് പ്രതിസന്ധി പരിഹരിക്കാൻ യുഎസിലെ പ്രമുഖ വിദ്യാഭ്യാസ സംഘടനകൾ നേരിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. യുഎസിലെ 32 പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ അസോസിയേഷനുകൾ ഒന്നിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തോട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വിദ്യാർത്ഥികളുടെ വിസ വൈകുന്നത് യുഎസിന്റെ സമ്പദ് വ്യവസ്ഥയെയും വിദ്യാഭ്യാസ നിലവാരത്തെയും എങ്ങനെ ബാധിക്കുന്നു, എന്തൊക്കെയാണ് സംഘടനകൾ ട്രംപിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത്. യുഎസ് കൗൺസിൽ ഓൺ എഡ്യൂക്കേഷൻ, അസോസിയേഷൻ ഓഫ് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് എന്നിവരുൾപ്പെടെ 32 പ്രമുഖ ദേശീയ ഉന്നത വിദ്യാഭ്യാസ സംഘടനയാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് സംയുക്തമായി കത്തയച്ചത്. സ്പ്രിംഗ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഈ പീക്ക് സീസണിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും സ്കോളർമാരുടെയും വിസ നടപടികൾക്ക് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും അതിനു മുൻപുള്ള ഭരണകൂടങ്ങളുടെ സമയത്തും സ്റ്റുഡന്റ് വിസകൾ ഇത്തരത്തിൽ പ്രത്യേക മുൻഗണന നൽകാറുണ്ടായിരുന്നു. ഇത് വിദ്യാർത്ഥികൾക്കും സർവകലാശാലകൾക്കും വിദേശത്തുള്ള യുഎസ് കോൺസുലർ ഓഫീസർമാർക്കും വലിയ രീതിയിൽ കാര്യങ്ങൾ എളുപ്പമാക്കാൻ സഹായിച്ചിരുന്നു. ഈ ഒരു മാതൃക വീണ്ടും തുടരണമെന്നാണ് സർവകലാശാലകൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി യുഎസ് സ്റ്റുഡന്റ് വിസ രംഗത്ത് വലിയ അനിശ്ചിതത്വങ്ങളാണ് നിലനിൽക്കുന്നത്. അതികഠിനമായ സോഷ്യൽ മീഡിയ പരിശോധനകൾ, പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ എന്നിവ വിസ പ്രോസസ്സിംഗിന് എടുക്കുന്ന സമയം വളരെയധികം വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ കഴിഞ്ഞ വർഷം യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായ ജീവനക്കാരുടെ വെട്ടിക്കുറയ്ക്കലുകളും നിലവിലെ പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടി. ഇതിന്റെ ഫലമായി കഴിഞ്ഞ ഫാൾ സെമസ്റ്ററിൽ പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റിൽ 17% വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. COVID-19 മഹാമാരിക്ക് ശേഷം യുഎസിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചരിത്രപരമായ ഇടിവാണിത്. വിസ നടപടികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാനാകാത്തതിലാണ് വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിയുന്നത് എന്ന് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ യുഎസിലേക്ക് എത്താതിരുന്നാൽ അത് യുഎസിന് തന്നെയാണ് വലിയ നഷ്ടം വരുത്തുന്നത് എന്ന് കത്തിൽ പറയുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പ്രതിവർഷം ഏകദേശം $43 ബില്യൺ, അതായത് 43,000 കോടി ഡോളറാണ് യുഎസിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുന്നത്. മാത്രമല്ല, ഇത് 3,50,500-ലധികം യുഎസ് തൊഴിലവസരങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും അവർ പറയുന്നു. യുഎസിൽ പഠിക്കുന്ന ഓരോ 3 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഒരു പുതിയ യുഎസ് തൊഴിലവസരം സൃഷ്ടിക്കുന്നു എന്നാണ് കണക്ക്, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ. അതിലും പ്രധാനമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വലിയൊരു പങ്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ്. AI അനുബന്ധ മേഖലകളിൽ 70% ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും ഉണ്ട്. പ്രതിരോധ മേഖലകളിലെ അഡ്വാൻസ് ബിരുദമുള്ള STEM തൊഴിലുകളിൽ പകുതിയും വിദേശത്തു നിന്നുള്ളവരാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. യുഎസിലെ വിസ നടപടികൾ പ്രവചനാതീതമായി തുടരുമ്പോൾ UK, യൂറോപ്യൻ യൂണിയൻ, ചൈന തുടങ്ങിയ മറ്റ് രാജ്യങ്ങൾ ഈ അവസരം മുതലെടുത്ത് ആഗോള പ്രതിഭകളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശക്തമായി ശ്രമിക്കുന്നുണ്ട് എന്നും അവർ പറഞ്ഞു. ഈ മത്സരത്തിൽ യുഎസ് കോളേജുകളുടെ ആഗോള മേധാവിത്വം നിലനിർത്താൻ വിസ പ്രോസസ്സിംഗ് കാര്യക്ഷമമാക്കണമെന്നും അവർ കത്തിൽ പറയുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ നമ്മുടെ സർവകലാശാല സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് രാജ്യത്തിന് ദോഷം ചെയ്യുമെന്ന് പ്രസിഡന്റ് ട്രംപ് തന്നെ പലതവണ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യവും സംഘടനകൾ കത്തിൽ ഓർമ്മിപ്പിച്ചു. പുതിയ സ്ക്രീനിംഗ് നയങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്നും വിസകൾ വേഗത്തിലാക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കുന്ന ഒരു ബ്രീഫിംഗ് നൽകണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരാൻ പോകുന്ന ഫോൾ സെമസ്റ്ററിന് മുമ്പായി വിസ നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ അത് യുഎസ് സർവകലാശാലകളെയും സാമ്പത്തിക രംഗത്തെയും ഒരുപോലെ തളർത്തുമെന്നാണ് ഈ 32 സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത്.